തീവ്ര വലതുപക്ഷമായി മാറിയെന്നും സിപിഎമ്മും ബിജെപിയും തമ്മിൽ കേരളത്തിൽ കൂട്ടുകച്ചവടമാണെന്നും രാഹുൽ ഗാന്ധി കണ്ണൂരിൽ യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ഈ തെരഞ്ഞെടുപ്പ് രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണെന്നും സിപിഎം യഥാർത്ഥ ഇടതുപക്ഷം അല്ലാതെയായി മാറിയെന്നും ബിജെപിയും സിപിഎമ്മും കോർപ്പറേറ്റ് പാർട്ടികളാണെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. സിപിഎം യഥാർത്ഥ ഇടതുപക്ഷമല്ലാതെയായി മാറിയെന്നതിന്റെ തെളിവാണ് രണ്ട് ഇടത് നേതാക്കൾ ഇവിടെ വേദിയിലിരിക്കുന്നത്. രണ്ട് മുതിർന്ന സിപിഎം നേതാക്കളാണ് യുഡിഎഫ് വേദിയിലിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ മുഖ്യമന്ത്രിക്കൊപ്പം പ്രചാരണം നടത്താത്തതെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. തളിപ്പറമ്പിലെ യുഡിഎഫ് പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ടി കെ ഗോവിന്ദൻ, പയ്യന്നൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണൻ എന്നിവരടക്കം വേദിയിലിരിക്കെയാണ് സിപിഎമ്മിനെതിരെ രാഹുൽ ഗാന്ധി കടന്നാക്രമിച്ചത്. ബിജെപി മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്നതിന് രണ്ട് തെളിവുകളുണ്ട്. പ്രധാനമന്ത്രി ശബരിമല വിഷയം ഉയർത്തുന്നില്ല. ശബരിമലയിലെ സ്വർണം സിപിഎം മോഷ്ടിച്ചു. ഹിന്ദുവിന്റെ സംരക്ഷകരെന്ന് അവകാശപ്പെടുന്നവർ കേരളത്തിലെത്തിയാൽ ഒന്നും പറയുന്നില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കേരളത്തിൽ ഇടതുപക്ഷം വിജയിക്കാൻ പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നുവെന്നും ബിജെപിക്ക് സിപിഎമ്മിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. And some answers to this puzzle are sitting on the stage. ഇതിനെ എതിർക്കുന്ന കുറച്ചുപേർ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ തെറ്റായ നയങ്ങളെ എതിർക്കുന്ന പ്രമുഖരായ ചില നേതാക്കന്മാർ ഇപ്പോൾ നമ്മോടൊപ്പം there are two veteran leaders from the CPM who are sitting on our stage today. സിപിഎം പാർട്ടിയുടെ പ്രമുഖരായ രണ്ട് നേതാക്കന്മാർ ഗോവിന്ദൻ മാസ്റ്ററും കുഞ്ഞികൃഷ്ണനും നമ്മോടൊപ്പം ഈ വേദി പങ്കിടുകയാണ്. Why are they sitting on our stage? എന്തുകൊണ്ടാണ് അവര് നമ്മോടൊപ്പം ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ളത്? Why are they not campaigning for the left front? Why are they not campaigning for the chief minister? എന്തുകൊണ്ടാണ് അവർ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് വേണ്ടി അവരെ വോട്ട് ചോദിക്കുന്നില്ല? എന്തുകൊണ്ടാണ് അവർ ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി അവർ വോട്ട് ചോദിക്കുന്നില്ല? Because what is today called the left front is actually not a left of center party at all. യഥാർത്ഥ കാരണം എന്താണ്? ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷം എന്ന് പറയുന്നവര് യഥാർത്ഥ ഇടതുപക്ഷമല്ല, പുരോഗമന ചിന്താഗതിക്കാരല്ല, അവര് വലതുപക്ഷത്തേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. In fact, the reason they are partnering with the BJP is because they are both corporate parties. രണ്ട് കക്ഷികളും ബിജെപിയും മാർക്സിസ്റ്റ് പാർട്ടിയും ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഈ അവസരവാദപരമായ നിലപാട് ഐക്യജനാധിപത്യ മുന്നണിക്കെതിരെ സ്വീകരിക്കുകയാണ്. They are no longer parties of the people. അവര് ജനങ്ങൾക്കെതിരെയുള്ള നിലപാടുകൾ തന്നെയാണ് പരസ്യമായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. And the proof is sitting on the stage here. People who are left-minded are standing here with us today and we are supporting them. യഥാർത്ഥ ഇടതുപക്ഷ ചിന്താഗതിക്കാർ ഈ സ്റ്റേജിലാണ് വരേണ്ടത് എന്നതിന്റെ തെളിവാണ് ഈ രണ്ട് നേതാക്കന്മാർ നമ്മോടൊപ്പം ഇരിക്കുന്നതിന്റെ കാരണം. Now you might ask me,